രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 5 വർഷം. 49 സൈനികർ വീരമൃത്യു വരിച്ച പുൽവാമയിലെ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ വീരമൃത്യു വരിച്ച സൈനികരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും മൌനമാചരിച്ചും ആദരമർപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് അസോസിയേഷൻ. നമുക്കറിയാം, ഇന്ത്യ മറക്കാത്ത ദിനമാണ് ഇന്ന്. 2019 ഫെബ്രുവരി 14 രാജ്യത്തെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന ഈ ദിവസം ഭാരത മണ്ണിന് കാവലായിരുന്ന 49 ധീര ജവാന്മാരെയാണ് അന്ന് ഭാരതാംബയ്ക്ക് നഷ്ടമായത്. 2019 ഫെബ്രുവരി 14 ഉച്ചകഴിഞ്ഞ് 3:15 അവധി കഴിഞ്ഞ് മടങ്ങുന്നവർ അടക്കം കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ 2500ഓളം സൈനികർ 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ദേശീയപാത 44-ൽ അവന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെറിച്ചു. പിന്നാലെ എത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. പൂർണ്ണമായും തകർന്ന 76-ാം ബറ്റാലിയന്റെ ബസ്സിൽ 49 പേരാണ് ഉണ്ടായിരുന്നത്. നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി വി വസന്തകുമാറും ഉണ്ടായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദാണ് ഏറ്റെടുത്തത്. പുൽവാമ കാകപ്പുറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു ചാവേർ ആക്രമണത്തിനെത്തിയത്. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ അനന്തരവൻ റഷീദ് മസൂദ് 2017 നവംബറിൽ പുൽവാമയിൽ CRPFുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. 2018 ഒക്ടോബർ 31 അസ്ഹറിന്റെ രണ്ടാമത്തെ അനന്തരവൻ ഉസ്മാൻ തൽഹ റഷീദിനെയും CRPFിനെയും വധിച്ചു. ഇതിന് പകരം വീട്ടുമെന്ന് അസ്ഹർ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റതിന്റെ വാർഷിക ദിനമായ ഫെബ്രുവരി 9 തീവ്രവാദികൾ ആക്രമണം നടത്തുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ 12ാം ദിനം ഇതിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഫെബ്രുവരി 26 ബലാക്കോട്ടിലെ ഭീകര താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. നേതാക്കളടക്കം നിരവധി ഭീകരന്മാർ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി ഭീകര ക്യാമ്പുകളും ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ തകർന്നടിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വിമർശനം നേരിട്ട ഒരു സംഭവമായിരുന്നു പുൽവാമ ഭീകരാക്രമണം. മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യവും പുൽവാമയ്ക്കും ബാലാക്കോട്ടിനും പിന്നാലെ സാധ്യമായി. 2019 മെയ് 1 ഐക്യരാഷ്ട്ര സംഘടന മസൂദ് അസ്ഹറിനെ ഭീകരനായി പ്രഖ്യാപിച്ചതോടെ ഭീകരതയ്ക്കെതിരെ പ്രത്യക്ഷ നടപടിക്ക് പാകിസ്ഥാനും നിർബന്ധിതമായി. 10 വർഷമായി പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര യുദ്ധത്തിന്റെ കൂടി വിജയമായിരുന്നു UN രക്ഷാസമിതി തീരുമാനം. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ UN രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും US ചേർന്നാണ് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഉപസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈന മാർച്ച് 13 ഇത് വീറ്റോ ചെയ്തതോടെ ഈ രാജ്യങ്ങൾ രക്ഷാസമിതിയിൽ നേരിട്ട് പുതിയ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വീറ്റോ ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കണമെന്നിരിക്കെ ചൈന രാജ്യാന്തര സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.